വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ് കേട്ടോ. മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്, മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും കേട്ടോ. പാഠത്തിൻ്റെ പേര് കണ്ടായിരുന്നല്ലോ. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും കണ്ടേ ഒരേപോലെ മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മൾ നോട്ട് തയ്യാറാക്കിയേക്കുന്നത്. ആദ്യത്തെ 15 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിലിടുന്നത്. ഇത് ചെറിയൊരു ചാപ്റ്റർ ആവും ഞങ്ങൾ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു പാർട്ടൂടെ ആകുമ്പം ഈ പാഠം കംപ്ലീറ്റ് ആകും കേട്ടോ. ടൈം 2 ടെസ്റ്റ് കിട്ടിയോ നോക്കിക്കേ. മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും എന്നാണ് അല്ലേ പാഠത്തിൻ്റെ പേര്. അതിനകത്ത് നോക്കിയേ പത്രം കൊടുത്തിട്ടുണ്ട്, റേഡിയോ, പിന്നെ നമ്മുടെ ലൈബ്രറി കൊടുത്തിട്ടുണ്ട്, TV കൊടുത്തിട്ടുണ്ട്. അതെ കണ്ടോ, ഇതൊക്കെ ഓരോ ബുക്കുകളുടെ കുറിച്ചും ഒക്കെ ഓരോ ഇൻ്റർനെറ്റുകളെ കുറിച്ചും ഒക്കെയാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചിത്രം നിരീക്ഷിക്കൂ. ആശയവിനിമയത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ഉപാധികളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ആദിമകാലം മുതൽ തന്നെ ആശയവിനിമയത്തിനായിട്ട് വിവിധ രീതികൾ മനുഷ്യർ ഉപയോഗിച്ചു വരുന്നു. നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാസ് മീഡിയ എന്ന് പറയുന്നത്. പത്രങ്ങൾ, മാസികകൾ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിനകത്തിൽ പെടുന്നു. നമ്മൾ ഈ വായിച്ച കാര്യങ്ങളാണ് ഈ കിടക്കുന്നത്. ഏതൊക്കെയാണ്? പത്രങ്ങൾ അല്ലേ, മാസികകൾ, പിന്നെ റേഡിയോയ്, ടെലിവിഷന്, ഇൻ്റർനെറ്റ്, സാമൂഹ്യ മാസികകൾ, ഇതും മാധ്യമങ്ങൾ. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ലൈബ്രറി അല്ലേ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടാമത്തതിനകത്തിൽ എന്താ അച്ചടി മാധ്യമങ്ങൾ ഏതെല്ലാമാണ്, റേഡിയോയിൽ നമ്മൾ എന്തൊക്കെ റേഡിയോ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ? അതിനകത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അറിയുന്നത്, ടെലിവിഷനിൽ എന്തൊക്കെയാണ്, ഇൻ്റർനെറ്റിൽ എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വ്യക്തികളിൽ വായനയ്ക്കും എഴുത്തിനുമുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പത്രങ്ങൾ, മാസികകൾ, ബ്ലോഗുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിലൂടെ വ്യക്തികൾ ലിഖിത ഭാഷയുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു. ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ ഫോറങ്ങൾ എന്നിവയെ പോലെയുള്ള സംവേദനാത്മക ഇടങ്ങൾ അല്ലെ വ്യക്തികളെ അവരുടെ ചിന്തകൾ പ്രതിഫലിക്കാനും പങ്കിടാനും സഹായിക്കുന്നു. മാധ്യമങ്ങൾ, വായനശാലകൾ, പുസ്തക ക്ലബ്ബുകൾ, ഓൺലൈനുകൾ, എഴുത്ത് കമ്മ്യൂണിറ്റികൾ തുടങ്ങിയവ വായനകളും എഴുത്തും സംസ്കാരവും വളർത്തുന്നു. വിവിധ സാക്ഷരതാ പരിപാടികൾ ജനങ്ങളിൽ എത്തിക്കാനും ബോധവൽക്കരിക്കാനും സാധിക്കുന്നതിലൂടെ മാധ്യമങ്ങൾ സാമൂഹ്യ പുരോഗതിക്ക് ആക്കം കൂട്ടുന്നു. അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കുള്ള വികസനത്തിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾക്ക് കാരണമായി എന്നൊക്കെയാണ്. ഇവിടെ ഒന്നാമത്തെ മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വ്യക്തികളും സമൂഹവുമായുള്ള പാരസ്പര്യം ഉറപ്പുവരുത്തുന്നതിനുമുള്ള പ്രധാന ആശയവിനിമയ ഉപാധികളാണ് കുഞ്ഞുങ്ങളെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ ജീവിതത്തിൽ വ്യക്തികൾക്കും സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇടപെടാൻ കഴിയുന്ന വിനിമയ ഇടങ്ങളാണ് ഇവയൊക്കെ അല്ലേ. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ പലതായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നൊക്കെയാണ്. ഞാനിതിൽ സ്പീഡിൽ വായിക്കുന്നതിന് നമ്മുടെ നോട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് വായിച്ചത്. അതിനകത്തിൽ പലതരത്തിലുള്ള മീഡിയകൾ അല്ലെ മാധ്യമങ്ങൾ നമുക്കുണ്ടെന്ന് പറയുന്നത് ഒന്നാമത്തെയാണ് അച്ചടി മാധ്യമങ്ങൾ കേട്ടോ. സ്കൂൾ ലൈബ്രറിക്കുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ? സ്കൂളിലെ ലൈബ്രറി ഉണ്ടോ നിങ്ങളെ അവിടെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആരെങ്കിലും ലൈബ്രറി പോകാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഏതാണെന്നൊക്കെയാണ്. പത്രങ്ങൾ, മാസികകൾ, പുസ്തകങ്ങൾ തുടങ്ങിയ അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തി ഡിജിറ്റൽ യുഗത്തിലും പ്രാധാന്യമുള്ളതാണ്. ഇവ സമഗ്രമായ വാർത്തകളും ഫീച്ചറുകളും സാഹിത്യ സൃഷ്ടികളും സമൂഹത്തിന് നൽകുന്നു. വിശ്വസനീയമായതും ആഴത്തിലുള്ളതുമായ വായനാനുഭവം അച്ചടി മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. ഇവ സൂക്ഷിച്ചു വെച്ച് പുനർവായനയ്ക്ക് ഉപകരിക്കുന്നു അല്ലെ. അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് വായനക്കാരിലേക്ക് മാത്രമേ ആശയവിനിമയം സാധ്യമാകുന്നുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്താണ് ഓരോന്നും. ഒന്നാമത്തെയാണ് ഇപ്പം നമ്മൾ അച്ചടി മാധ്യമങ്ങൾ. രണ്ടാമത്തെ പ്രക്ഷേപണ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്താണ്? അവിടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്താണ്? പ്രക്ഷേപണ മാധ്യമങ്ങളിൽ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. റേഡിയോ, ടെലിവിഷൻ എന്നിവ പോലുള്ള പ്രക്ഷേപണ മാധ്യമങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഒരേ സമയം ആശയങ്ങൾ എത്തിക്കുന്നു. ഇതിൽ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. പ്രക്ഷേപണ പരിപാടികളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കാലതാമസം നേരിടുന്നതിനാൽ ഇവയിലും
പരസ്പര സാധ്യത പരിമിതമാണ്. വാർത്തകൾ, സംഗീതം, ചർച്ചകൾ, സംവാദങ്ങൾ, കായിക വിനോദം മുതലായവ പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വികസനത്തിനുണ്ടെങ്കിലും പ്രക്ഷേപണ മാധ്യമങ്ങൾ ജനങ്ങളിലൂടെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുകയും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് സഹായമാവുകയും ചെയ്യുന്നു. റേഡിയോ, ടെലിവിഷൻ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഏത് വിധമാണ് സംപ്രേഷണം ചെയ്യുന്നതെന്നൊക്കെ അറിയണം. അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അടുത്ത മൂന്നാമത്തെ ആണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങൾ. നോക്കണേ, ഡിജിറ്റൽ ഉണ്ടോ? സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി അതിൻ്റെ ഫുൾ ഫോം കണ്ടോ നിങ്ങളെ? SCRT. അതിൻ്റെ സമഗ്ര പോർട്ടിൻ്റെയും ഹോം പേജിൻ്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ സമഗ്ര പോർട്ടൽ ഉപയോഗിക്കാറുണ്ട്? എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്. നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് പിന്തുണയ്ക്കുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഞാൻ ഓടിച്ചിട്ട് കാണിച്ചതേ ഉള്ളൂ. അത്ര എണ്ണത്തിൻ്റെ നോട്ട് നമുക്ക് നോക്കാവുന്ന ഒരു പാർട്ട് കൂടെ ആകുമ്പോൾ നമുക്ക് ആ പാഠം കേട്ടോ. നമുക്കതിൻ്റെ ഒരു പാഠം നമ്മളത് ഒരെണ്ണത്തിലൂടെ ആക്കി അങ്ങ് തീർക്കാം. അപ്പോൾ നമുക്ക് നോട്ട് അങ്ങ് നോക്കാം. ഒന്നാമത്തെ നോട്ട്, എന്താണ് മാസ് മീഡിയ അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ എന്നാൽ എന്താണ്? ഫസ്റ്റ്, മാസ് മീഡിയ റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ദാറ്റ് ക്യാൻ സിമുൾട്ടേനിയസ്ലി. അതൊന്ന് കൂട്ടി വായിക്കണേ കുഞ്ഞില്ലേ കേട്ടോ. സൈമുൾ എന്ന് പറഞ്ഞാൽ മതി. സൈമുൾട്ടേനസ് എന്ന് കേട്ടോ. സൈമുൾട്ടേനസ്ലി കേട്ടോ. അതൊരു ഇച്ചിരി വലിയ വാക്കാണ്. റീച്ച് മെനി പീപ്പിൾ. ദീസ് ഇൻക്ലൂഡ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റേഡിയോ, ടെലിവിഷൻ, ദ ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ. അതായത് നമ്മൾ നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാസ് മീഡിയ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളിലേക്ക് ഒരു സമയം തന്നെ ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളെ നമ്മൾ ബഹുജന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാസ് മീഡിയ എന്ന് പറയുന്നു. പത്രങ്ങൾ, മാസികകൾ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്താണ് മാസ് മീഡിയ അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ എന്നാൽ എന്താണ്? മാധ്യമങ്ങൾ എന്നാൽ എന്തെന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ഫസ്റ്റ് നമ്മളതായിരുന്നു എഴുതണ്ടേ. എന്നാലും ബഹുജന മാധ്യമങ്ങളും കേട്ടോ. രണ്ടാമത്തെ ടെസ്റ്റിലെയാണ് ആശയവിനിമയോപാധി എന്ന നമ്മൾ ഈ ടെസ്റ്റിലെ ഓർഡർ അനുസരിച്ച് അങ്ങ് എഴുതിയ കുഞ്ഞുങ്ങൾ കേട്ടോ. അല്ലാതെ നമ്മൾ പറയാമെങ്കിൽ മീഡിയ എന്നാൽ എന്തെന്ന് വേണം തുടങ്ങാൻ. പക്ഷെ നമ്മൾ ടെസ്റ്റിൻ്റെ ആ ഓർഡർ അനുസരിച്ച് അങ്ങ് എഴുതിയതാണ്. ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ വിവിധ മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡിഫറൻറ്റ് മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻസ്. ഒന്നാമത്തെ അച്ചടി മാധ്യമങ്ങളാണ്. ഈ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. വിവിധ മാധ്യമങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുക അല്ലേ, പ്രിന്റ് മീഡിയ. ഈ പ്രിന്റ് മീഡിയയിൽ എന്തൊക്കെയാണ് വരുന്നത്? ന്യൂസ്, സ്പോർട്സ്, അഡ്വർടൈസ്മെന്റ്, ആർട്ടിക്കിൾസ് അല്ലേ, വാർത്തകൾ, സ്പോർട്സ്, പരസ്യങ്ങൾ, ലേഖനങ്ങൾ, ഇതെല്ലാം അച്ചടി മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ റേഡിയോയിൽ എന്തെല്ലാം ഉണ്ട്? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അനൗൺസ്മെന്റുകൾ, വെതറുകൾ, ഫോർകാസ്റ്റ്, ഡ്രാമ, അറിയിപ്പുകൾ, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, നാടകങ്ങൾ, ഇതൊക്കെ നമ്മുടെ റേഡിയോയിലുണ്ട്. ഇനി ടെലിവിഷനിലോ സിനിമ, ന്യൂസ്, സ്പോർട്സ്, ഇഷ്ടമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റിലോ ഓൺലൈൻ ന്യൂസുകൾ, സ്പോർട്സുകൾ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ, വിനോദ പരിപാടികൾ, ഇതെല്ലാം നമ്മുടെ ഇൻ്റർനെറ്റിലും ഉണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് എഴുതിയെടുക്കുക. അടുത്ത മൂന്നാമത്തേത്, വായനയെയും എഴുത്തിനെയും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു സംസ്കാരമാക്കി മാറ്റുന്നത്? വായനയും എഴുത്തിനെയും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു സംസ്കാരമാക്കി മാറ്റുന്നത്? ഹൗ ഡു മീഡിയ മേക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എ കൾച്ചർ? മീഡിയ ഹെൽപ്സ് ടു ഫോസ്റ്റർ റീഡിംഗ്, ഫാസ്റ്റർ എന്നാണ് കേട്ടോ, ഫാസ്റ്റർ റീഡിംഗ് ആൻഡ് എളുപ്പം വായിക്കാൻ അല്ലേ. ഫാസ്റ്റർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആസ് എ കൾച്ചർ ബൈ പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ലൈബ്രറീസ്, ബുക്ക് ക്ലബ്ബ് ആൻഡ് ഓൺലൈൻ റൈറ്റിംഗ് കമ്മ്യൂണിറ്റീസ്. വായനശാലകൾ, പുസ്തക ക്ലബ്ബുകൾ, ഓൺലൈൻ എഴുത്ത് കമ്മ്യൂണിറ്റികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ വായനയെയും എഴുത്തിനെയും ഒരു സാംസ്കാരികമാക്കി വളർത്താൻ സഹായിക്കുന്നു. എഴുത്തിനെയും ഒരു സംസ്കാരമാക്കി ഫോസ്റ്റർ എന്ന് തന്നെ അല്ലേ, foster reading and writing as a culture by providing information about libraries, book club and online writing communications. വായനശാലകൾ, പുസ്തക ക്ലബ്ബുകൾ, ഓൺലൈൻ എഴുത്ത് കമ്മ്യൂണിറ്റികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ വായനയും എഴുത്തിനെയും ഒരു സംസ്കാരമാക്കി വളർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ മൂന്നാമത്തെ. 4, ഹൗ ഡു മീഡിയ ഹെൽപ്പ് സോഷ്യൽ പ്രോഗ്രസ്? മാധ്യമങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യ പുരോഗതിക്ക് സഹായിക്കുന്നത്? ഹൗ ഡു മീഡിയ ഹെൽപ്പ് സോഷ്യൽ പ്രോഗ്രസ്?
മാധ്യമങ്ങൾ എങ്ങനെയാണ് സാമൂഹിക പുരോഗതിക്ക് സഹായിക്കുന്നത്? വിവിധ സാക്ഷരതാ പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരണം നടത്താനും മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇത് സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുന്നു. മീഡിയ ഹെൽപ്പ് ടു ബ്രിങ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ലിറ്ററസി പ്രോഗ്രാംസ് ടു ദ പബ്ലിക് ആൻഡ് ക്രിയേറ്റ് അവയർനെസ്. ദീസ് ആക്സലറേറ്റ് സോഷ്യൽ പ്രോഗ്രസ്. 4. അഞ്ചാമത്തത്, നമ്മുടെ മാധ്യമങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ഒരു ചുമർ പത്രിക തയ്യാറാക്കാൻ പോസ്റ്റർ ഉണ്ടല്ലോ നിങ്ങൾ, ചുമർ പത്രിക എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോസ്റ്റർ എന്ന് വെച്ചാൽ മീഡിയയെ നമുക്ക് പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ എന്നൊക്കെയായിട്ട് ഇതെല്ലാം മീഡിയയിൽ വരുന്നതാണ്. മീഡിയക്കകത്തിൽ എന്തെല്ലാം വരുന്നുണ്ട്? പ്രിന്റ് മീഡിയയുണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയയുണ്ട്, ഡിജിറ്റൽ മീഡിയയുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്. അച്ചടി മാധ്യമങ്ങൾ, പ്രക്ഷേപണ മാധ്യമങ്ങൾ, ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മീഡിയയാണ് മാധ്യമങ്ങളെ കേട്ടോ. അതിനകത്തിൽ അച്ചടിയിൽ വരുന്ന ഏതൊക്കെയാണ്? ന്യൂസ് പേപ്പറും പീരിയോഡിക്കലും ഒക്കെ അച്ചടിയിൽ വരുന്നതാണ് അല്ലേ. റേഡിയോ ടെലിവിഷനും ഒക്കെ ബ്രോഡ്കാസ്റ്റിലാണ്. ഡിജിറ്റൽ ആണെങ്കിലോ വെബ്സൈറ്റും ഓൺലൈൻ ന്യൂസും ഒക്കെ ഡിജിറ്റലാണ്. സോഷ്യൽ ആണെങ്കിലോ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് ഇതൊക്കെ സോഷ്യലാണ് അല്ലേ. അടുത്ത മാധ്യമങ്ങൾ എന്നാൽ എന്താണ്? മീഡിയ എന്നാൽ എന്താണ്? മീഡിയ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഫോർ എൻഷറിങ് ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ഇൻഫോമിങ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇത് എഴുതാം കുഞ്ഞുങ്ങൾ. എന്താണ് മീഡിയ? നമ്മുടെ പാഠത്തിൻ്റെ പേരേ മീഡിയ എന്നല്ലേ. അപ്പോൾ എന്താണ് മീഡിയ എന്ന് വേണമെങ്കിൽ ഇത് എഴുതാം. എവിടെ എഴുതിയാലും മതി, പഠിച്ചാൽ മതി. മീഡിയ എന്നാൽ എന്ത്? മാധ്യമങ്ങൾ എന്നാൽ എന്ത്? മീഡിയ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഫോർ എൻഷറിങ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ഇൻഫോം സോഷ്യൽ റിലേഷൻഷിപ്പ്. സാമൂഹ്യ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വ്യക്തികളും സമൂഹവുമായിട്ടുള്ള ഒരു പാരസ്പര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രധാന ആശയവിനിമയ ഉപാധിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. 6. 7. മെൻഷൻ എക്സാമ്പിൾസ് ഫോർ ട്രഡീഷണൽ മീഡിയ. പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഉദാഹരണം പറയാൻ. പരമ്പരാഗതം എന്ന് വെച്ചാൽ പണ്ടുള്ളല്ലേ, ട്രഡീഷണൽ ഏതാ? പ്രിന്റ് മീഡിയയും ബ്രോഡ്കാസ്റ്റ് മീഡിയയും. അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും ആയിരുന്നു പണ്ട്. എന്നാൽ മെൻഷൻ എക്സാമ്പിൾസ് ന്യൂ മീഡിയ. ഇപ്പോഴോ നവമാധ്യമങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്നത്തെ ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും കേട്ടോ. ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്ന് എഴുതിയാലും മതി കേട്ടോ. മീഡിയയ്ക്ക് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നും കേട്ടോ എഴുതണം. വാട്ട് യു മീൻ ബൈ ദ സ്റ്റീരിയോ ടൈപ്പ്? എന്താണ് ഈ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ വാർപ്പ് മാതൃക എന്നാണ് നിങ്ങൾ അതിൻ്റെ മലയാളം കേട്ടോ. സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർപ്പ്. സ്റ്റീരിയോ ടൈപ്പ് ആറ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ജനറലൈസ്ഡ് പെർസെപ്ഷൻസ് കേട്ടോ. സാമാന്യവൽക്കരിക്കപ്പെട്ട മുൻധാരണകളോടുകൂടിയ പ്രസ്താവനകളെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. എന്താണ്? സാമാന്യവൽക്കരിച്ച മുൻധാരണകളോടുകൂടിയ പ്രസ്താവനകളാണ്. അതൊക്കെ ഈ ഒരു മാർക്കിന് ചോദിക്കാൻ കേട്ടോ. വാർപ്പ്. സ്റ്റീരിയോ ടൈപ്പ് ആറ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ജനറലൈസ്ഡ് പെർസെപ്ഷൻസ് കേട്ടോ. അതുപോലെ അച്ചടി മാധ്യമങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിന്റ് മീഡിയ? ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം ഈ പാഠത്തിൽ കേട്ടോ. ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് ആൻഡ് ബുക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ പ്രിന്റ് മീഡിയ. ദേ പ്രൊവൈഡ് എ റിലയബിൾ ആൻഡ് ഇൻ ഡെപ്ത് റീഡിംഗ് എക്സ്പീരിയൻസ്. ആൾസോ ദേ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റീയൂസ്ഡ് ഫോർ റീഡിങ്. പത്രങ്ങൾ, മാസികകൾ, പുസ്തകങ്ങൾ എന്നിവ അച്ചടി മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്നു. വിശ്വസനീയവും ആഴത്തിലുള്ളതുമായ വായനാനുഭവം ഇവ നൽകുന്നു. കൂടാതെ ഇവ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും എന്നതിനാൽ വീണ്ടും വായിക്കാൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ. നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും എടുത്ത് ഒന്നുകൂടെ ഒക്കെ നോക്കത്തില്ലേ. അതെല്ലാം എന്താണ്? ഈ അച്ചടി മാധ്യമങ്ങളുടെ പ്രത്യേകതയാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഇത് ഞാൻ പാർട്ട് 2 ഒന്നുകൂടി ഇടാം കേട്ടോ, കാരണം ബാക്കി നോട്ടുകൂടെ വേണ്ടേ. അടുത്ത 11ാമത്തെ നോട്ട്, ബ്രോഡ്കാസ്റ്റ്. എന്താണ് ഈ പ്രക്ഷേപണ മാധ്യമങ്ങൾ എന്നാൽ എന്താണ്? ഹൗ ഡസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ത്രൂ ബ്രോഡ്കാസ്റ്റ് മീഡിയ? അതായത് പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം എങ്ങനെയാണ്? Communications through broadcast media like radio and television is possible only in one directions. They can deliver informations to a large sections of the populations at the same time. പ്രക്ഷേപണ മാധ്യമങ്ങളായ റേഡിയോ, ടെലിവിഷൻ എന്നിവയിലൂടെ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമേ സാധ്യമാവുള്ളൂ. നമ്മളിപ്പോൾ റേഡിയോയോ ടെലിവിഷനോ ഒക്കെ കേൾക്കുമ്പം അത് ഇങ്ങോട്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, കേട്ടിരിക്കുന്നു. ഒരു സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് വല്ലതും പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പ്രക്ഷേപണ മാധ്യമങ്ങളായ റേഡിയോ, ടെലിവിഷൻ എന്നിവയിലൂടെ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമേ സാധ്യമാവൂ. വലിയ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരേ സമയം വിവരങ്ങൾ എത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നുമുണ്ട് അല്ലേ. അതാണ് ബ്രോഡ്കാസ്റ്റ് മാധ്യമങ്ങളുടെ പ്രത്യേകത. അടുത്തത്, വാട്ട് ആർ ദ തിങ്സ് യൂഷ്വലി അവൈലബിൾ ത്രൂ ബ്രോഡ്കാസ്റ്റ് മീഡിയ? ഈ പ്രക്ഷേപണ മാധ്യമങ്ങളുടെ സാധാരണയായിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക്
എന്തൊക്കെയാണ് ന്യൂസ്, മ്യൂസിക് അല്ലേ, ഡിസ്കഷൻസ്, ഡിബേറ്റ്, സ്പോർട്സ്, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. വാർത്തകൾ, സംഗീതം, ചർച്ചകൾ, സംവാദങ്ങൾ. നമ്മൾ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഞങ്ങളെ കൂടുതലും ഇതൊക്കെയല്ലേ, വാർത്തകൾ കേൾക്കാം, സംഗീതം, പാട്ട് കേൾക്കാം, ചർച്ചകൾ, ആരെങ്കിലുമായിട്ടുള്ള ചർച്ചകളും, ഡിബേറ്റ്, സംവാദങ്ങൾ, കായിക വിനോദങ്ങളെ തുടങ്ങിയവയെക്കുറിച്ചായിരിക്കും പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നത് കേട്ടോ. ബ്രോഡ്കാസ്റ്റ് മീഡിയ. 12. 13ാമത്തെ ചോദ്യം, റേഡിയോ ടെലിവിഷൻ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെല്ലാമാണ്? ഈ റേഡിയോയെയും ടി വിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം. How are the broadcast informed about the opinions on radio and television programs? Opinions about radio and television programs are usually communicated through letters. Recently, they can also be communicated through email and other social media. എന്ന് വെച്ചാൽ പണ്ട് കാലമായാലും ഇപ്പോൾ ആരും റേഡിയോ അധികം ഉപയോഗിക്കുന്നില്ല കുഞ്ഞുങ്ങളെ. പണ്ട് കാലത്ത് ഈ റേഡിയോയ്ക്കകത്തിലെ പ്രതികരണം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ കൂടുതലും റേഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ എഴുത്തയച്ചെങ്കിലേ പറ്റത്തുള്ളൂ. എഴുത്തയക്കും, അവരപ്പോൾ അതിൻ്റെ തിരിച്ച് റിപ്ലൈയും എഴുത്തിലൂടെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താണ്, ഇമെയിൽ അയക്കാം നമുക്ക് അല്ലേ. ഇമെയിൽ ആൻഡ് അത് മറ്റെന്തെങ്കിലും അവരതിൻ്റെ താഴെ ഇത് തരും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തുള്ള. അപ്പോൾ ഇമെയിലോ അല്ലേ, ഗ്രൂപ്പ്, അതിൽ തന്നെ റേഡിയോയുടെ തന്നെ ഗ്രൂപ്പും അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. സാധാരണയായിട്ട് കത്തുകളിലൂടെയാണ് നമ്മൾ റേഡിയോ ടെലിവിഷൻ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയുന്നത്. സമീപകാലത്തായത് ഇമെയിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിലൂടെയൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കേട്ടോ. 14 വിവരസാങ്കേതിക വിദ്യാ നിയമം. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 പ്രാധാന്യം വ്യക്തമാക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട് എന്ന് പറയും കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതായത് നമുക്ക് എന്തെങ്കിലും തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എതിരായ നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം. തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എതിരായ നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം. ഇനി എന്താണ് ഈ സമഗ്ര? സമഗ്ര ഈസ് എ പോർട്ടൽ ക്രിയേറ്റഡ് portal created by the Department of Education in Kerala to support learning activities. It is used to share and help in learning resources. പഠന പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ നൽകുന്നതിനായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഒരു പോർട്ടാണ് സമഗ്ര. പഠന വിഭാഗങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനോ പഠനത്തെ സഹായിക്കാനോ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിരിക്കുന്നത്. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പാർട്ട് 2 ഇടാം കേട്ടോ. പുതിയ ടെസ്റ്റൊക്കെ എല്ലാവർക്കും കിട്ടിയോ കുഞ്ഞുങ്ങളെ? പഴയ ടെസ്റ്റിൻ്റെ, അതായത് പാർട്ട് 1ൻ്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്. വളരെ കുറച്ച് എന്ന് വെച്ചാൽ എല്ലാം ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. നല്ല നോട്ട് തന്നാണ്. വൃത്തിയായിട്ടിരുന്ന് എഴുതിയെടുക്കുക, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് പറയുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ആക്കണ്ടാവും നിങ്ങളിത് കാണുമ്പോൾ തന്നെ അങ്ങ് കമൻറ്റ് ഇട്ടോ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.